ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബ്രൈറ്റർ സൈഡ്. മറ്റൊരു പുതിയ എപ്പിസോഡുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു എന്താണ് കെ എസ് ഇ ബിയുടെ സൗര സോളാർ പ്രോജക്റ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ലാസ്റ്റ് ഡേറ്റ് എന്നാണ്. എനിവേ ലാസ്റ്റ് ഡേറ്റ് ഒരിക്കൽ കൂടി പറയാം, അത് ജാനുവരി 31. എനിവേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇതിൻ്റെ ഡീമെറിറ്റ്സിനെ കുറിച്ചാണ്. ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ഒരിക്കൽ കൂടി പറയാം, താഴെ ഞാനൊരു വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് സോളാർ പ്രൊജക്റ്റ്, സൗര സോളാർ പ്രൊജക്റ്റ്, എങ്ങനെയാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത്, എന്താണ് രജിസ്ട്രേഷൻ, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനം, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളൊക്കെ ഇതിൻ്റെ ഗുണങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ഇതിൻ്റെ ദോഷവശങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ദോഷങ്ങൾ? ശരിയാണ്, ഒരുപാട് റൂമേഴ്സും അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. ഈവൻ ഞാനും രജിസ്റ്റർ ചെയ്തു എൻ്റെ വീട്ടിൽ വയ്ക്കുന്നതിന്. അപ്പോൾ ഞാനിങ്ങനെ കേട്ടു, ഇത് ക്യാൻസറസ് ആണ്, അല്ലെങ്കിൽ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ദോഷമാണ്, അങ്ങനെയൊക്കെ ഒരുപാട് കൺസേൺസ് ഇങ്ങനെ വന്നിരുന്നു. അങ്ങനെ വന്നപ്പോൾ തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ അതിൻ്റെ ഡൗട്ട് എല്ലാം നമ്മൾ ഇന്ന് ഇവിടെ ക്ലിയർ ചെയ്യുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ആദ്യം കുറച്ച് ബെനിഫിറ്റ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനുശേഷം ഇതിൻ്റെ ദോഷവശങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ KSEB ബില്ല് 0 ആക്കി മാറ്റുന്നതിന് വരെ സഹായിക്കുന്നു. നമുക്ക് അത്രയധികം സ്പേസ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ വീടിന് ആവശ്യമായ മുഴുവൻ ഇലക്ട്രിസിറ്റി നമുക്ക് നമ്മുടെ സോളാർ പാനലുകളിൽ നിന്ന് ലഭിക്കുന്നു. അതുപോലെ തന്നെ ഇത് ടെറസിലെ ഹീറ്റ് ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ഒരുപാട് പേര് ടെറസിന് മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അല്ലേ, പലതരത്തിലുള്ള റൂഫ് ടോപ്പ് ഷീറ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ സോളാർ പാനൽ വയ്ക്കുകയാണെങ്കിൽ പോലും ഒരുപക്ഷെ നമുക്ക് അതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. അത് KSEB വന്ന് നോക്കിയിട്ട് അത് കൺഫേം ചെയ്യും. എനിവേ അത് ഈ സോളാർ പാനൽ വയ്ക്കുന്നതുകൊണ്ട് നമ്മുടെ ടെറസിലെ ഹീറ്റ് കുറയുന്നു. അതുപോലെ ഫീഡ്സ് എക്സസ് ടു ഗ്രിഡ്, അതായത് നമ്മുടെ പാനലിൽ അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റിൽ ഉണ്ടാകുന്ന അധികം എനർജി നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള ബാക്കി എനർജി നമുക്ക് KSEBക്ക് വിൽക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ എൻഡ്ലെസ് ഇലക്ട്രിസിറ്റി, അതായത് നമ്മൾ വീട്ടിൽ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ നമുക്ക് സൂര്യപ്രകാശമുള്ളത് അപ്പോഴെല്ലാം നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നു. സോ അവിടെ ഒരു ഗ്യാപ്പോ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ആവശ്യം പോലെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു ഈ സോളാർ പ്ലാന്റിലൂടെ. അതുപോലെ KSEB പേസ് ടു കൺസ്യൂമേഴ്സ്, ഇതുവരെ നമ്മളായിരുന്നു കൺസ്യൂമേഴ്സ് ആയിരുന്നു KSEBക്ക് പേ ചെയ്തിരുന്നുവെങ്കിൽ ഇനി നമുക്ക് KSEBക്ക് ഇലക്ട്രിസിറ്റി വിൽക്കാം. അതുപോലെ തന്നെ നമുക്ക് ഗവൺമെന്റ് സബ്സിഡി കിട്ടും. ഇതൊക്കെയാണ് വളരെ ചെറിയ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഡിസ്അഡ്വാൻറ്റേജിലോട്ട് പോകാം. ഇതൊരു കോമൺ ആയിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമുക്ക് സാധാരണയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ കോസ്റ്റ് ആണ്. അല്ലെങ്കിൽ നമുക്കറിയാലോ, 1 കിലോ വാട്ട് തന്നെ ഉണ്ടാക്കുന്നതിന്, 1 കിലോ വാട്ടിന്റെ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ഏകദേശം 45 മുതൽ 50,000 രൂപ വരെ വരും. ഒരു മിനിമം ഒരു 3 വാട്ടിന്റെ ഇത് വയ്ക്കുന്നതിന് നമുക്ക് ഏകദേശം 1.5 ലക്ഷം 2 ലക്ഷം രൂപ വരും. അത് തന്നെയാണ് ഇതിന്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ കോസ്റ്റ് എല്ലാം മാനേജ് ചെയ്യുന്നത് KSEB ആണ്. നമുക്ക് 5 പൈസയുടെ ചിലവില്ല. അതുപോലെ വെതർ ഡിപ്പെൻഡന്റ്, നമുക്ക് സോളാർ എനർജിയുടെ ഉൽപാദനം നമ്മുടെ കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ല മഴയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വെളിച്ചമില്ലാത്ത സമയത്തൊക്കെ ഇതിന്റെ പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും, തുച്ഛമായിരിക്കും. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് സോളാർ എനർജി സ്റ്റോറേജ് ഈസ് എക്സ്പെൻസീവ്. അപ്പോൾ നമുക്കറിയാലോ, നമുക്ക് 3 മോഡുണ്ട്. അതിൽ മൂന്നാമത്തെ മോഡാണ് നമ്മൾ പ്ലാന്റ് സ്ഥാപിച്ച് അത് മുഴുവൻ നമ്മൾ ഉപയോഗിക്കുന്നു, ബാക്കി KSEBക്ക് കൊടുക്കുന്നു. അപ്പം നമ്മൾ സ്ഥാപിച്ച് നമ്മൾ കറണ്ട് ശേഖരിച്ച് വെക്കുന്നതിനൊക്കെ നമുക്ക് ബാറ്ററി വേണം, അതുപോലെ ചാർജ് കൺട്രോളർ വേണം, അതുപോലെ ഇൻവെർട്ടർ വേണം. ഇതിനൊക്കെ ഒരുപാട് കോസ്റ്റ് ഉണ്ട്. പക്ഷേ വറി ചെയ്യേണ്ട, നമ്മുടെ കേസിൽ KSEB ആണ് ഇത് കംപ്ലീറ്റ് ചെയ്തു തരുന്നത്. ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു ജനറൽ പെർസ്പെക്റ്റീവിലാണ് ഇതൊക്കെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അതുപോലെ യൂസസ് ലോട്ട് ഓഫ് സ്പേസ്, ആ സ്പേസ് ആണ് നമ്മൾ KSEBക്ക് റെന്റ് ആയിട്ട് കൊടുക്കുന്നത്. അതുപോലെ ഇറ്റ്സ് ലെസ് പൊല്യൂട്ടഡ് വൈൽ കമ്പയറിംഗ് വിത്ത് അതർ എനർജി സോഴ്സ്. ഇതിൽ ചെറിയൊരു പൊല്യൂഷൻ ഉണ്ട്. പൊല്യൂഷൻ എന്ന് വെച്ചാൽ ഇതിൽ ഫോട്ടോ വോൾട്ടായിക് സെല്ലൊക്കെയാണ്, അതിൽ ചില എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ സമയത്താണ്, അവിടെയുള്ള എംപ്ലോയീസിനെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ മാനുഫാക്ചറിങ് സമയത്താണ് അത് കുറച്ച് ബാധകമാവുന്നത്. വൺസ് ഇറ്റ് ഈസ് ഫിറ്റ്, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് പാക്കായ പിന്നെ നമുക്കൊരു അതുകൊണ്ട് ഒരു ഹാർംഫുൾ ഒന്നും സംഭവിക്കുന്നില്ല. അത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഇപ്പം ഞാനും എൻ്റെ വീട്ടിൽ ഈ പാനൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്തു. അപ്പോൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കൺസേൺസ് ഒക്കെ വന്നപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്നോട് ചോദിച്ചു തുടങ്ങി, ഇതെന്താ 25 വർഷം ഇവർ ചെയ്യുന്നത്, 25 വർഷം എന്ത് അഗ്രിമെന്റ് ആണ്, എന്തിന്റെ ബേസിലാണ്, അതുപോലെ തന്നെ ഇത് ക്യാൻസറസ് അല്ലേ, അങ്ങനെയുള്ള ഇപ്പം ഒരുപക്ഷെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും കാണും അല്ലേ, ഇത് ക്യാൻസറസ് ആണോ, അല്ലെങ്കിൽ 25 വർഷം നമ്മൾ എന്തിന് അഗ്രിമെന്റ് കൊടുക്കുന്നു, നമുക്ക് കിട്ടുന്ന 10% ഓഫ് ദ പ്രൊഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി വളരെ തുലവും തുച്ഛമല്ലേ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് ക്യാൻസറസ് എന്ന ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇതൊരു ബേസ്ലെസ് റൂമറാണ്. അപ്പോൾ സോളാർ പാനൽസ് അല്ലെങ്കിൽ സോളാർ പ്ലാന്റ് ക്യാൻസർ വരുത്തുന്നു എന്ന് ഒരിടവും തെളിയിച്ചിട്ടില്ല. അത് ഞങ്ങൾ ഒരുപാട് ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചു, അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പല ചാപ്റ്റേഴ്സിലും എൻക്വയറി നടത്തി. ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇത് ക്യാൻസർ കാരണമാകുന്ന, ഒരിടവും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലേസിൽ അവർ ഈ കോമ്പോസിറ്റ് കെമിക്കൽസ് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ അവിടെ ചെറിയൊരു റേഡിയേഷനും കാര്യങ്ങളൊക്കെ വന്നേക്കാം. അതുപോലെ നമ്മുടെ വീട്ടിൽ വെക്കുമ്പോൾ വീടിന്റെ ടെറസിന്റെ മുകളിൽ വെക്കുമ്പോൾ ചെറിയൊരു റേഡിയേഷൻ വരും. പക്ഷെ നമ്മളെപ്പോഴും അതിന്റെ മൂട്ടിൽ അതിന്റെ താഴെ നിന്ന് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ അവിടെ കിടന്ന് ഉറങ്ങുന്നില്ല. അപ്പോൾ ചെറിയൊരു നമ്മുടെ വീട്ടിൽ വെക്കുന്ന AC വെക്കുന്നില്ല, അപ്പോൾ അതിൽ നിന്ന് ചെറിയ കെമിക്കൽസ് ഒക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിലും വരുന്നത്. അല്ലാതെ ഇതിൽ വളരെ ഹാംഫുൾ ആയിട്ട് ഒന്നും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും മറ്റുമൊക്കെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റിന് അനുമതി കൊടുക്കുകയുമില്ല. സോ അതുകൊണ്ട് അങ്ങനെ യാതൊരുവിധ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപക്ഷെ നമ്മൾ എപ്പോഴും ഇതിന്റെ ചുവട്ടിൽ നിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടുള്ള ദോഷങ്ങൾ സംഭവിക്കുന്നില്ല എന്ന് തന്നെ വിശ്വസിക്കാം. അടുത്ത രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, നമ്മൾ 25 വർഷം ഇത് റെന്റിന് കൊടുക്കുവാണ്, KSEBക്ക് റെന്റിന് കൊടുക്കും. അത് എന്തിന്റെ ബേസിലാണെന്നൊരു ക്വസ്റ്റ്യൻ വരും. അതെന്ന് വെച്ചാൽ ഇത് വളരെ വളരെ ചിലവ് കൂടിയൊരു പ്രോസസ്സാണ് അല്ലേ. അപ്പം നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയാൽ അത് KSEBക്കും ഗവൺമെന്റിനും വൻ ലോസ് ഉണ്ടാകും. അതില്ലാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. അത് കാരണം നമ്മൾ ഈ പാനൽ 25 വർഷം യൂസ് ചെയ്യും എന്നൊരു ഗ്യാരണ്ടി അവർക്ക് കിട്ടും. അറ്റ്ലീസ്റ്റ് നമ്മുടെ മുടക്കിയ പൈസയെങ്കിലും അതിലൂടെ മുതലാകും. അതിനു വേണ്ടിയാണ് 25 ഇയേഴ്സിന്റെ ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നത്. അത് എഗെയിൻ നമ്മുടെ വെറുതെ കിടക്കുന്ന റൂഫ് അവർക്ക് കൊടുത്താൽ നമുക്ക് നേട്ടമാകുമോ, അല്ലെങ്കിൽ അവർ തരുന്ന ഇലക്ട്രിസിറ്റിയും ഇതും വെച്ച് നോക്കുമ്പോൾ നമുക്ക് നേട്ടമാണെങ്കിൽ മാത്രം ഇതിലോട്ട് പോയാൽ മതി. അതുപോലെ തന്നെ ചിലർ ചോദിക്കുന്നത്, ഇത് ഒരിക്കൽ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ പിന്നെ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പറ്റും. പക്ഷെ ഞാൻ പറയുന്നു, ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഇപ്പം തന്നെ ഏകദേശം 1.5 ലക്ഷം പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ്. ഈ 1.5 ലക്ഷം പേര് തന്നെ അവർ വന്ന് എല്ലാ ഒരു ഇൻസ്പെക്ഷനൊക്കെ നടത്തിയിട്ട് നല്ലൊരു ലൈറ്റ് വരുന്ന പ്ലേസ് ആയിരിക്കണം, ഷെയ്ഡ് മറ്റു മരങ്ങളുടെയും ബിൽഡിങ്ങിൻ്റെയും ഷെയ്ഡ് വരാൻ പാടില്ല, അതുപോലെ അത്യാവശ്യം ഉറപ്പുള്ള മേൽക്കൂരയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വന്നാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് കിട്ടിയാൽ തന്നെ ലക്കാണെന്നേ പറയാൻ പറ്റുള്ളൂ. സോ അത് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ അത് അത് അവർ ഇൻസ്പെക്ഷൻ വരുമ്പോൾ വേണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് കിട്ടുന്നത് വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഏകദേശം 25% ആൾക്കാർക്ക് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. കാരണം ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഏകദേശം 25% അല്ലെങ്കിൽ അതിന് താഴെ ആയിരിക്കുള്ളൂ. അതാണ് ഒരു ഒന്നാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ KSEBയുടെ സ്റ്റാഫ് നമ്മുടെ ടെറസിൽ കയറി വന്ന് റിപ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻകൺവീനിയൻസ് ഒക്കെ വരില്ലേ എന്ന് ചോദിക്കും. അതൊരിക്കലുമില്ല. നമ്മുടെ പെർമിഷൻ, നമ്മുടെ കൺവീനിയൻസ് ഇതും ബേസ് ചെയ്ത് മാത്രമേ അവർ വരികയുള്ളൂ. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവർ വരത്തില്ല. നമ്മൾ വീട്ടിലില്ല എങ്കിൽ അവർ വന്ന് റിപ്പയർ ചെയ്യാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട. വിത്ത് അവർ പെർമിഷൻ ആൻഡ് അവർ കൺവീനിയൻസ് ഓൺലി ദേ വിൽ ബി എൻട്രിങ് ടു അവർ ഹൗസ്. ഓക്കെ. അതുപോലെ തന്നെ കഴിവതും വീട്ടിന് പുറത്തുകൂടെ, വീട്ടിനകത്തൂടെ സ്റ്റെയർ കേസിൽ കയറി നമ്മുടെ ടെറസിൽ പോണ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ വീടുകൾക്കെല്ലാം പുറത്തുകൂടെ ഒരു സ്റ്റെയർ കേസ് ഉണ്ടാകും. കഴിവതും പുറത്തുകൂടെയുള്ള സ്റ്റെയർ കേസ് അതിലൂടെ ടെറസിൽ ആക്സസ് കൊടുക്കുക. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒരു കുറച്ചുകൂടെ കൺവീനിയൻ്റ് അതായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അവർക്ക് നമ്മുടെ വീടിനകത്ത് കയറേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഇത് എപ്പോഴും മെയിൻ്റനൻസിൻ്റെ ആവശ്യം വരുന്നില്ല. വൺസ് ഇൻ ഇയർ അല്ലെങ്കിൽ വൺസ് ഇൻ 2 or 3 ഇയേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ ഇത് നമ്മുടെ മെയിനായിട്ട് ചെയ്യുന്നത് ഓൺ ഗ്രിഡ് സോളാറാണ്. അതായത് നമ്മുടെ വീട്ടിലെ സോളാർ സോളാർ പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്ന എനർജി നേരെ KSEBയുടെ ലൈനിലോട്ടാണ് പോകുന്നത്. അത് നമ്മുടെ വീടിനകത്ത് എടുക്കുന്നില്ല. നമ്മൾ എടുക്കുന്നത് എപ്പോഴും KSEBയുടെ ലൈനിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ വേറൊരു ഡൗട്ടുണ്ട്, ഇപ്പോൾ KSEB ലൈൻ കട്ടായാൽ നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുമോ എന്നൊരു ഡൗട്ടുണ്ട്. ഒരിക്കലും കിട്ടത്തില്ല. നമുക്ക് കിട്ടുന്നത് എപ്പോഴും KSEBയുടെ ഇലക്ട്രിസിറ്റി തന്നെയാണ്.
നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാകുന്ന സോളാർ എനർജി അല്ലെങ്കിൽ സോളാർ ഇലക്ട്രിസിറ്റി അത് ഒരു ചെറിയ മീറ്റർ വഴി റീഡ് ചെയ്ത് നേരെ KSEBയുടെ ലൈനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നില്ല. അത് നമ്മൾ ഓഫ് ഗ്രിഡ് എടുത്താൽ മാത്രമേ നമ്മൾ അതിനോട്ട് പോകുന്നുള്ളൂ. ഞാൻ ഓഫും ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. നമ്മൾ ചെയ്യുന്നത് ഓൺ ഗ്രിഡ് ആണ്. അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി നേരെ KSEBക്ക് കൊടുക്കുന്നു. അത് നമ്മുടെ വീട്ടിലോട്ടല്ല എടുക്കുന്നത്. പക്ഷേ KSEB നമ്മുടെ വീട്ടിൽ നിന്ന് സ്വീകരിക്കുന്ന ഇലക്ട്രിസിറ്റി അവരുടെ ഒരു മീറ്റർ വെച്ച് അവർ കണക്കാക്കും. ഓക്കെ, എന്നിട്ട് അതിന് ശേഷമാണ് മൊത്തം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ 10% പോയിട്ട് ബാക്കി എത്രയാണെന്ന് വെച്ചാൽ മാത്രം നമ്മൾ പേ ചെയ്താൽ മതി. അതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത വേറൊരു കേസ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിൽ നിഴല് അല്ലെങ്കിൽ മറ്റു ബിൽഡിങ്ങിന്റെ ഷെയ്ഡൊന്നും വരാൻ പാടില്ല. അതൊന്ന് ശ്രദ്ധിക്കണം. അതൊരു ചലഞ്ചാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു ലൈറ്റ്നിങ് അറസ്റ്റർ വേണം. ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ലൈറ്റ്നിങ് ഉണ്ടെങ്കിൽ അത് വളരെ ദോഷകരമായി ബാധിക്കാറുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മളൊരു ലൈറ്റ്നിങ് അറസ്റ്റർ വയ്ക്കണം. അത് KSEB തന്നെ അതിനുള്ള അഡ്വൈസ് നമുക്ക് തരും, അല്ലെങ്കിൽ അവർ തന്നെ അത് ചെയ്തു തരും എന്ന് അറിയില്ല. അപ്പോൾ ഒരു ലൈറ്റ്നിങ് അറസ്റ്റർ നമ്മൾ തീർച്ചയായിട്ടും വച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. അത് മിക്ക വീട്ടിലും കാണും. ഇല്ലെങ്കിൽ ഇത് KSEBയുടെ ഈ പ്ലാന്റ് വെക്കുമ്പോൾ അതൊരു അത്യാവശ്യമാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ 10% അല്ല നമുക്ക് കിട്ടുന്നത്. നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന, നമ്മുടെ പാനൽ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയുടെ 10% ആണ്. അതൊരു എല്ലാവർക്കും വരുന്ന ഒരു കൺഫ്യൂഷൻ ആണത്. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വേറൊരു കേസ് എന്ന് പറയുന്നത്, നമ്മുടെ ലൈനിൽ നമ്മുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി, അതായത് നമ്മുടെ ഈ സോളാർ പാനലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇലക്ട്രിസിറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് രണ്ട് രീതിയിൽ നമുക്ക് KSEBക്ക് കൊടുക്കാം. ഒന്നാണെങ്കിൽ നമുക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ബാറ്ററിയും അതിൻ്റെ ചാർജറും കൺട്രോളർ ഇൻവെർട്ടർ എല്ലാം മേടിച്ച് നമുക്ക് തന്നെ യൂസ് ചെയ്യാം. അതിനെയാണ് ഓഫ് ഗ്രിഡ് സോളാർ എന്ന് പറയുന്നത്. അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. അത് വലിയ വ്യവസായശാലകളും അല്ലെങ്കിൽ അത്രയും കൺസംഷനുള്ള 10,000-കണക്കിനധികം മന്ത്ലി കൺസംഷനുള്ള വീടുകളിലായിരിക്കും അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആകുന്നത്. സാധാരണക്കാരന് അല്ലെങ്കിൽ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവർക്കൊക്കെ യൂസ്ഫുൾ എന്ന് പറയുന്നത് മോഡ് 1 അല്ലെങ്കിൽ മോഡ് 2 തന്നെയാണ്. അപ്പോൾ ഞാൻ മോഡ് 2ഉം മോഡ് 1 എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോഡ് 1 ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഇതിലെ കംപ്ലീറ്റ് ഇൻസ്റ്റലേഷൻ എല്ലാം ചെയ്യുന്നത് KSEB ആണ്. നമ്മുടെ കസ്റ്റമേഴ്സിന് 0 ഇൻവെസ്റ്റ്മെന്റ് ആണ്. KSEB ഇതിന്റെ ഓപ്പറേഷൻ മെയിൻ്റനൻസ് എല്ലാം അവരാ ചെയ്യുന്നത്. അതുപോലെ 10% ഓഫ് എനർജി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. മോഡ് 2 എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. വ്യത്യാസം എന്ന് പറയുന്നത് എനർജി വിൽ ബി സോൾഡ് ടു കസ്റ്റമർ അറ്റ് എ ഫിക്സഡ് റേറ്റ് ഫോർ 25 years. നമ്മൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി മൊത്തം നമുക്ക് കിട്ടും, വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും, നമുക്ക് എടുക്കാം. ബാക്കി മാത്രം KSEBക്ക് കൊടുക്കാം. അത് മോഡൽ 3 എന്ന് പറയുന്നത്, കസ്റ്റമർ ആണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു 3 അല്ലെങ്കിൽ 5 വാട്ടിന്റെ ഒരു പ്ലാന്റ് സ്ഥാപിക്കണമെങ്കിൽ നമ്മൾ തന്നെയാണ് അത് 50,000 അല്ലെങ്കിൽ 45,000 വെച്ചിട്ട് ഓരോ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. അല്ലെങ്കിൽ ഓരോ 1 കിലോ വാട്ടിന്റെ അല്ലെങ്കിൽ 3 കിലോ വാട്ടിന്റെ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. അതിനുശേഷം നമുക്ക് തന്നെ ഫുള്ള് യൂസ് ചെയ്യാം. നമ്മുടെ ഉപയോഗം കഴിഞ്ഞതിന് നമുക്ക് ബാക്കി KSEBക്ക് വിൽക്കുകയും ചെയ്യാം. അതാണ് മോഡൽ 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓരോ മോഡും നമ്മുടെ കൺവീനിയന്റ് അനുസരിച്ചാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അത് വലിയ വ്യവസായശാലകൾ അല്ലെങ്കിൽ അത്രയും കൺസംഷനുള്ള വീടുകളിൽ മാത്രമേ നമ്മൾ മോഡ് 3 എടുത്തിട്ട് കാര്യമുള്ളൂ. നമ്മുടെയൊക്കെ വീടുകളിൽ മോഡ് 1 അല്ലെങ്കിൽ മോഡ് 2 ആയിരിക്കും നല്ലത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, KSEBയിൽ സ്റ്റാഫിന്റെ വിസിറ്റ് നമ്മൾ പറഞ്ഞല്ലോ. അടുത്ത വേറൊരു കേസ് എന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെ പ്ലേസ് ചെയ്യും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് നമ്മുടെ പാനൽ പ്ലേസ് ചെയ്യുന്നത്. ഓടിലും പ്ലേസ് ചെയ്യാം, ഈവൻ കൂരയിൽ വരെ അത് പ്ലേസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഈവൻ നമ്മുടെ ചുമരിന്റെ സൈഡിൽ നല്ല പ്രകാശം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അവിടെയും നമുക്ക് പ്ലേസ് ചെയ്യാം. അങ്ങനെയാണ് പ്ലാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും, നമ്മുടെ റൂഫിൽ മൊത്തം അവരെങ്ങനെ വിതറിയിട്ടിട്ട് പോകുമോ? അങ്ങനെ അല്ല എന്നാണ് KSEBയിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചത്. ഇങ്ങനെയൊക്കെയാണ് അവർ ഇടുക. അതിൽ 1 സ്ക്വയർ ഫീറ്റ്, ഞാൻ പറഞ്ഞല്ലോ, 100 സ്ക്വയർ ഫീറ്റിൽ നിന്ന് നമുക്ക് ഏകദേശം 1 കിലോ വാട്ട് കിട്ടും.
അപ്പോൾ സിംഗിൾ ഫേസ് ഉള്ള വീടുകളിൽ 3 കിലോ വാട്ട് വരെ മാത്രമേ നമുക്ക് പ്രൊവിഷൻ ഉള്ളൂ, അല്ലെങ്കിൽ 3 ഫേസ് വേണം. 3-ലധികം കിലോ വാട്ട് പ്ലാൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് നമുക്ക് 3 ഫേസിന്റെ ഒരു കണക്ഷൻ വേണം. അപ്പം അത് ക്ലിയറായി മനസ്സിലാക്കുന്നു. അതുപോലെ ഇതിൽ യാതൊരുവിധ, നേരത്തെ പറഞ്ഞല്ലോ, യാതൊരുവിധ ഹെൽത്ത് ഇഷ്യൂസും വരുന്നില്ല. അത് കുറച്ചെങ്കിലും ഒരു ഇമ്പാക്റ്റ് വരുന്നത് നമ്മുടെ ഇൻവെർട്ടറും ബാറ്ററിയൊക്കെ വയ്ക്കുന്നതാണ്. അത് നമ്മുടെ വീടുകളിൽ തന്നെ അതൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ കുഞ്ഞുങ്ങളിൽ നിന്നൊക്കെ മാറ്റിയല്ലേ വയ്ക്കുന്നത്. അതുകൊണ്ട് അതൊരു വലിയ കൺസേൺ അല്ലത്. ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ടത്. അത് പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെയും അതൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നു എന്ന് ഇതുവരെയും ഒരു പഠനങ്ങളും തെളിയിച്ചിട്ടില്ല. അതുപോലെ നമ്മുടെ വീട്ടിൽ ആൾറെഡി ഷീറ്റ് ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മേളിൽ നമുക്കിത് വയ്ക്കാൻ പറ്റും. വളരെ വളരെ ലൈറ്റ് ആയിട്ടുള്ള പാനൽസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിൻ്റെ ശക്തി അനുസരിച്ച് നമുക്കത് വയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ റൂഫ് ഉള്ളവർക്ക് അത് മാറ്റണമെന്നില്ല, അതിലൂടെ തന്നെ വയ്ക്കാൻ സാധിക്കും. എഗെയിൻ KSEB വന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് മാത്രമേ ഇതിനെക്കുറിച്ചൊരു നമുക്കൊരു കൺഫർമേഷൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനൊന്നും പോകണ്ട. വളരെ സേഫാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സാധാരണ ഒരുപാട് പേര് ചോദിച്ചത്. ഇതൊക്കെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക് യു ആൾ. വിൽ ബി കമ്മിങ് വിത്ത് അനദർ എപ്പിസോഡ്.